ഹേ ഗായ്സ് വാട്സാപ്പ് ഇന്ന് വുമൻസ് ഡേൻ്റെ അപ്ഡേറ്റ് ആണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് അമ്മയുടെ വുമൻസ് ഡേ എങ്ങനെ ലൈക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ അതുപോലെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ളി ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഫ്ലോപ്പായി. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. രാവിലെ തുടങ്ങി വെച്ചു ഞാൻ, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് പരിപാടി വന്നു. അപ്പം അതിൽ ഞാൻ തിരക്കിലായി. പിന്നെ അമ്മ ഓൾറെഡി ഞാൻ എണീറ്റപ്പോൾ ലേറ്റ് ആയപ്പോൾ അമ്മ ഓൾറെഡി നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് സെക്കൻഡറി. പിന്നെ ഫസ്റ്റ് എനിക്ക് വേറെ കുറച്ച് അത്യാവശ്യമായിട്ട് ചെയ്യാനുള്ള പരിപാടികൾ വന്നുപോയി. അതെനിക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഫുൾ ബ്രേക്കായി. നോ പ്രോബ്ലം. അടുത്ത് പ്ലാൻ ബി ഉണ്ട്. അതെന്തായാലും എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കാം. അതും എനിക്കറിയില്ല എങ്ങനെ നടക്കുക എന്താണെന്നൊന്നും. അപ്പോൾ ആ ഒരു പ്ലാനിങ് മാത്രം നടന്നിട്ടുള്ളൂ. അപ്പോൾ പ്ലാനിങ് എന്താണെന്ന് നിങ്ങൾക്ക് ഈ ബാക്കി ഫുൾ വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട് രാത്രി. അപ്പോൾ നാളെ വുമൻസ് ഡേ ആണല്ലോ. അപ്പം അമ്മയ്ക്ക് കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ആണ് കേട്ടോ ഇത്. കുഞ്ഞ് വീഡിയോ ആണിത്. ലൈക്ക് ഞാൻ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അതിനെക്കുറിച്ച് ഞാനൊരു ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വ്ളോഗ് കണ്ടാൽ മതി, അപ്പോൾ മനസ്സിലാവും എന്താണ് ചെയ്തത് ഞാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വ്ളോഗ് കാണുക. അപ്പോൾ go and watch. അപ്പോൾ രുദ്ര ഉറങ്ങുക. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നാളത്തെ ഒരു ഫുൾ ഡേ അമ്മയ്ക്ക് റെസ്റ്റ് കൊടുക്കുക. ലൈക്ക് രാവിലെ തൊട്ട് രാത്രി വരെ എന്നും റെസ്റ്റ് കൊടുക്കണം, അത് വേറെ കാര്യം. പക്ഷെ എന്നിട്ട് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ലൈക്ക് അമ്മയുടെ ഫേവറേറ്റ് ഡിഷസ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് പേടിച്ചു, എന്തോ ബാഗ് വീണത്. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കാം. എന്താ ഇഷ്ടമുള്ളത് അത് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ നാളെ വിചാരിച്ചു. ലൈക്ക് വീട്ടിലിരുന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്യാം. അപ്പോൾ രാവിലെ ഞാൻ പോയിട്ട് എനിക്കാണെങ്കിൽ ഞാൻ രാവിലെ ഒരു 9:30 10 ആകുമ്പോഴത്തേക്കല്ലേ ഓപ്പൺ ആവുള്ളൂ. ഒരു ഫ്ലവർ ബുക്ക് വെച്ച് തുടങ്ങാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അമ്മയുടെ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം, ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ലഞ്ച് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ഒരു പ്ലാനിങ്ങിലുണ്ട്. പിന്നെ ഞാനിപ്പോൾ നോ ഷുഗർ ഡയറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. നോ ഷുഗർ മാർച്ചിൽ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ കേക്ക് ഓർഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് കഴിക്കാൻ ആഗ്രഹം വരും. അപ്പം ഞാൻ അത് ഓർഡർ ചെയ്യുന്നില്ല. അതിൻ്റെ പകരം ഓപ്ഷൻ എന്താ ഉണ്ടാവുക നോക്കാം. എന്താണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ രുദ്ര ഉറങ്ങുന്ന സ്ഥിതിക്ക് ഞാനിത് പ്ലാനിങ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് അവൻ എണീറ്റ് കഴിഞ്ഞാൽ അവൻ്റെ കൂടെയുള്ള കളി നിങ്ങൾക്ക് കാണാം കേട്ടോ ഇതിൽ. പിന്നെ നാളെ സെപ്പറേറ്റ് വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് അമ്മയ്ക്ക് എന്താ ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കുക. സർപ്രൈസ് ഒന്നുമല്ല, ഷീ നോസ് ദ തിങ്. അത് അച്ഛനോട് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അമ്മ കേട്ടു. അപ്പം വലിയ സർപ്രൈസ് ഉണ്ട് കേട്ടോ. അത് പറയണമെന്നുണ്ട്. വലിയ സർപ്രൈസ് ഉണ്ട്. അത് എന്നാ എപ്പോഴാന്നൊന്നും പ്ലാനിങ് ആയിട്ടില്ല, ബട്ട് അതുണ്ട്. അപ്പം അത് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പം ഞാൻ പോട്ടെ. ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെ കുഞ്ഞി കാർഡ് ഉണ്ടാക്കുമല്ലോ. അപ്പം എന്നിട്ട് കൊടുത്തിട്ട് അമ്മ ഏതെടുക്കണോ അത് നമ്മൾ അമ്മയ്ക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുക. അങ്ങനെ. സോ ഫുഡിൻ്റെ മാത്രമല്ല, നമുക്ക് വേറെ എന്തെങ്കിലും കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് അതും കൂടി ആഡ് ചെയ്യാം. ക്ലീനിങ് അമ്മയുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് അത് ആഡ് ചെയ്യാം. ഫേവറേറ്റ് നോർത്ത് ഇന്ത്യൻ ഫുഡ് ദാൽ ഢോക്ലി എന്ന് പറഞ്ഞിട്ട് ഗുജറാത്തി ഫുഡ് ഡിഷ് ഉണ്ട്. അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ലഞ്ചിന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി നോക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആണ് എനിക്കിപ്പോൾ ഡൗട്ട്. ബിക്കോസ് അമ്മ ദോശയും ഇഡ്ഡലിയും പുട്ടും എന്നല്ലാതെ വേറെ ഒന്നും കഴിക്കാൻ പ്രിഫർ ചെയ്യാറില്ല. അപ്പോൾ അതും നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഓക്കെ.
ഞാൻ രുദ്രനെ പോയി നോക്കിയിട്ട് വരാമെന്ന് അവൻ ഉറങ്ങുകയാണെങ്കിൽ നന്നായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാലും എപ്പോൾ ഉറങ്ങിയാലും അവൻ 1 മണി കഴിയാതെ കംപ്ലീറ്റ് സ്ലീപ്പ് അവൻ ഇപ്പോൾ ഉണ്ടാവാറില്ല. അപ്പോൾ ഇപ്പോൾ അവൻ അച്ഛൻ്റെ അമ്മയുടെ കൂടെ കിടക്കുന്നതായിരുന്നു ഇപ്പോൾ. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ പ്ലാനിങ്ങും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വെച്ചു. ഗൈസ്, അപ്പോൾ ഞാൻ ഡിന്നറിൻ്റെ എഴുതി റോട്ടി ആൻഡ് സേവ് ടൊമാറ്റോ, റോട്ടി ആൻഡ് ഭിൻഡി, ഇത് നമുക്ക് ഒരെണ്ണം സൈഡിൽ വയ്ക്കാം. പിന്നെ ഉള്ളത് ദാൽ ഢോക്ലി ഇസ് മസ്റ്റ് ഫേവറേറ്റ്. എനിക്ക് ഉണ്ടാക്കാമെന്നും അറിയില്ല, പക്ഷേ ദിസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യാം. പിന്നെ കിച്ചടി കടി എന്ന് പറഞ്ഞിട്ട് അതും അമ്മയുടെ ഫേവറേറ്റാണ്. പിന്നെ ദാൽ കിച്ചടിയും ഫേവറേറ്റാണ്. പിന്നെ രാവിലെ അമ്മയ്ക്ക് ഇങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല കഴിക്കാനായിട്ട്. അപ്പോൾ ദോശയും പോഹ എന്ന് അത് വയ്ക്കാം ഓപ്ഷൻ. പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീമോ ഫലൂഡ മിൽക്ക് ഷേക്ക് കുടിക്കാം. ഇതൊരു ഓപ്ഷൻ വയ്ക്കാം. പിന്നെ അച്ഛനൊരു ഓപ്ഷൻ പറഞ്ഞു, ലൈക്ക് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം. ബിക്കോസ് കുറേ ദിവസം അമ്മ എന്നോട് ചോദിക്കുന്നു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസ് എങ്ങനെ വർക്ക് ചെയ്യുന്ന, എയർപോഡ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്ന, എത്ര മണിക്കൂർ ചാർജ് ചെയ്താലും എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അപ്പം ഞാൻ ആലോചിച്ചു അതിൻ്റെ ഓപ്ഷൻ കൊടുക്കാം. ലൈക്ക് കഴുത്തിൽ വെക്കുന്ന ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസും ബ്ലൂടൂത്ത് എയർപോഡ്സും. അപ്പോൾ അതിൽ ഓപ്ഷൻ കൊടുത്തിട്ട് അമ്മ ഏതാ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് അച്ഛൻ്റെ വക അച്ഛൻ വാങ്ങിച്ചു കൊടുക്കും. ഓക്കെ, അതിൻ്റെയും കൂടി ഞാൻ എഴുതിട്ട് പേപ്പർ എടുത്തിട്ട്. പിന്നെ ഒരു ക്യൂട്ട് ലെറ്റർ എഴുതാമെന്ന് വിചാരിച്ചു. ഞാൻ ഇത്രയും പതുക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള അമ്മയുടെ റൂമാണ്, അമ്മ അവിടെ കിടക്കുന്നുണ്ട്. ഹെഡ്ഫോൺസ് ഉള്ളതുകൊണ്ട് ഫുള്ളും കേൾക്കില്ല, പക്ഷേ നോർക്കെ പറഞ്ഞാൽ എന്തായാലും കേൾക്കും. ബിക്കോസ് ഒരു ചെവിയിൽ വെക്കാറുള്ളൂ. അപ്പം ലെറ്റർ എഴുതണം. പിന്നെ ദാൽ ഢോക്ലിയുടെ റെസിപ്പി എഴുതിയിരിക്കണം. 2 കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. രാവിലെ എന്തായിരുന്നു, ഫ്ലവർ മേടിക്കാൻ പോകണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ, കാണാം. സോ ഗൈസ്, എൻ്റെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കഴിഞ്ഞു. കാണിക്കാൻ പറ്റിയതൊക്കെ ഞാൻ അതിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി രുദ്ര എണീക്കുകയാണെങ്കിൽ എനിക്കറിയില്ല എണീക്കുക എന്നുള്ളത്. എണീക്കുന്നുണ്ടാവില്ല, ബിക്കോസ് നല്ല ഉറക്കമാണ്. എണീക്കുകയാണെങ്കിൽ എണീക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കാം. അവൻ എണീക്കുകയാണെങ്കിൽ ഞാൻ അവൻ്റെ കുറച്ച് വീഡിയോസും കൂടി ഇതിൽ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രിപ്പറേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ please do subscribe the channel, share, comment, like. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.